നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 427th day. Today 6th chapter 27th ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 427 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ധാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ, കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ, കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. സമുദ്ധര ഭവാർണവാത്. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഇത്. ഭാഗവതം ആരംഭിക്കുന്നതിന് മുന്നേയും എപ്പോഴും പാരായണം ചെയ്യുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമാണ്. ആചാര്യൻ ശ്രീകൃഷ്ണ ഭഗവാനെ ആവാഹിച്ച് തൻ്റെ മൂർത്തിയിൽ ആവാഹിച്ചതിന് ശേഷം ഇപ്രകാരം പൂജിക്കണം, ഭഗവാനെ സ്തോത്രങ്ങൾ ചൊല്ലി പൂജിക്കണം എന്ന് പറഞ്ഞിട്ട് സ്തോത്രം കൂടി പറഞ്ഞു തരികയാണ് സനകാദികൾ. ഈ ശ്ലോകം അത്രയും നല്ലൊരു സ്തുതി മന്ത്രമാണ്. സംസാരമാകുന്ന ഈ സമുദ്രത്തിൽ വീണുകിടക്കുന്ന ദുഃഖിതനായ എന്നെ, എൻ്റെ ഈ ശരീരമാണ് നമ്മളെന്നാണ് നാം കരുതുന്നത്. ഈ ശരീരത്തെ മുതലായ ജലജന്തുക്കൾ ബന്ധിച്ചിരിക്കുന്നു. അയ്യോ കരുണാനിധിയായ ഭഗവാനെ, ഈ സംസാര സമുദ്രത്തിൽ നിന്നും എന്നെ കരകയറ്റണമേ എന്ന് വളരെ ഭഗവാന്റെ കരുണ പരിതാപത്തോടു കൂടി, അതായത് വളരെ ഹൃദയം നിറഞ്ഞ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ് സനകാദികൾ നാരദാദി മഹത്തുക്കൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്കറിയായിട്ടല്ല, നമുക്ക് പോലുള്ളവർക്ക് വേണ്ടി, അറിയാൻ വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതിരി പറഞ്ഞു തരികയാണ്. സംസാരമാകുന്ന ഈ സാഗരം സമുദ്രം, സംസാരസാഗരത്തിൽ മഗ്നനായിട്ടിരിക്കുന്ന, അതായത് ലൗകിക ജീവിതത്തിൽ മുഴുകി നിൽക്കുന്ന എന്നെ, ദീനനായിട്ടുള്ള എന്നെ, അല്ലയോ കരുണാനിധേ, ഈ കർമ്മങ്ങളാകുന്ന മുതലകളിൽ നിന്നും മുതലായ മറ്റു ജലജന്തുക്കളിൽ നിന്നും ഉദ്ധരിക്കണമേ, ഉദ്ധരിക്കണമേ എന്ന് പറയുകയാണ്. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് പാരായണം ചെയ്യാം. ഇത് ഭാഗവതത്തിൽ വീണ്ടും 2-3 സ്ഥലത്ത് ഇതേ ശ്ലോകം ആവർത്തിക്കുന്നുണ്ട്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ, കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.